ഹായ് ഹലോ. ഇന്നിതാ രാവിലെ തന്നെ ജിഞ്ചപ്പനായിട്ട് ചേർത്തലയിലെ പുതിയൊരു സ്കൂളിൽ ജോയിൻ ചെയ്യിച്ച ആളെ. ഇത് പ്രീ കെ ജി ആണ്, നമ്മുടെ ചേർത്തലയിൽ തന്നെ വരുന്നത്. പ്രീ കെ ജി ആണ്. സോ ആദ്യം തന്നെ ഇതാ ഗേറ്റൊക്കെ തുറന്നാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് അകത്തായിട്ട് കയറുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്ഥലമൊക്കെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഈവനിങ് നമ്മുടെ നീണ്ടകരയിലുള്ള ചാല് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി. അക്കയുടെ ഒരു പ്ലാനായിരുന്നു. പെട്ടെന്ന് സഡനായിട്ടൊരു പ്ലാൻ വന്നു, ഡിന്നർ പുറത്ത് പോയി കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചാലിൽ വന്നു. കുറേ സാധനമാണ് എന്താ ഓർഡറൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രീകുട്ടി വെജാണ് ആക്ച്വലി. എന്താ നമ്മളിത് കാളാഞ്ചി പൊള്ളിച്ചതൊക്കെ ഓർഡർ ചെയ്തു. അത് വന്നതാ ഇലയിൽ പൊതിഞ്ഞ് നൈസ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫിഷ് പൊള്ളിച്ചത് കിടിലമാണ്. ഇവിടെ എല്ലാം ഉണ്ട്, ഫിഷ് നിർമ്മാണ, ഫിഷ് ഗ്രിൽഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ പിന്നെന്താ അച്ചായൻസ് ബീഫ് എന്ന് പറഞ്ഞ ബീഫ്, ചില്ലി ഗോബി, ചപ്പാത്തി, പൊറോട്ട. ഇതാണ് ബീഫ്. ജിഞ്ചപ്പനിരുന്ന് നൂഡിൽസ് കഴിക്കുന്നു. അപ്പം അമ്മ ചപ്പാത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ എല്ലാവരും നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ജിഞ്ചപ്പൻ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്തു. കുറേ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. അച്ഛനും അമ്മയും അനിയനും ഒക്കെ എല്ലാവരും കേട്ടിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ കറി കാണുമ്പോൾ ചേർത്തലയിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കറിയായിരിക്കും ഇത് ഏത് സ്ഥലമാണ്. അതെ, നമ്മുടെ ബൈജു ചേട്ടൻ്റെ ഫാസ്റ്റ് ഫുഡ് തട്ടുകടയാണ്. ഹൈവേയുടെ അടുത്തുള്ള ട്രാവൻകൂർ പാലസിൻ്റെ അടുത്തുള്ള തട്ടുകടയാണ്. ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. ഈവനിങ് ഞങ്ങൾ എല്ലാവരും കൂടെ ചില്ല് ചെയ്യുന്നത്. ബിട്ടി നല്ല ക്ഷീണത്തിലായി. രാജസ്ഥാൻ പോയി വന്നതിൻ്റെ ഇതാണ് കട. ചേട്ടൻ അകത്ത് കൗണ്ടറിൽ നിൽക്കുന്ന ആളിപ്പോൾ ഇത്ര തിരക്കിലാണ്. നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അത് കഴിഞ്ഞതാ ഞങ്ങൾ ആക്ച്വലി വിച്ചപ്പൻ നിന്ന് പുതിയ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഹ്യുണ്ടായി വെന്യൂ. അപ്പോൾ അതിലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി. അതിൽ തന്നെ 2 വണ്ടി ഉണ്ടെങ്കിലും ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ എല്ലാവരും കൂടി കുത്തിനിറച്ച് പോയി. അതുകൊണ്ട് നേരെ തൈക്കൽ ബീച്ചിൽ പോയി. അവിടെ കൽമുട്ടിൽ കയറി ഇരുന്ന് പഴയ കഥകളെല്ലാം ഫ്രഷായിട്ട് പറയണ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭാര്യമാര് പറയും ഞങ്ങളിത് 1000 തവണ കേട്ടതാണ്, എന്നാലും കേട്ടല്ലേ പറ്റൂ. അങ്ങനെ രാത്രി 12, 1 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ കഥ പറഞ്ഞിരുന്നു.